നമ്മൾ ഈ അടുത്ത ഓണത്തിലൊന്നും കാണാത്ത വലിയ ക്ലാഷാണ് ഈ 2026 ഓണത്തിന് വരാൻ പോകുന്നത്. DQ വേഴ്സസ് പൃഥ്വി വേഴ്സസ് നിവിൻ പോലുള്ള റൊമാൻറ്റിക് പടം ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഗിരീശ്ശേരി ഡയറക്ഷൻ, ഭാവന സ്റ്റുഡിയോസ് നിർമ്മാണം. കൂടാതെ മമിത ബൈജു, സംഗീത് പ്രതാപ് തുടങ്ങിയവരൊക്കെ പടത്തിൽ മെയിൻ രീതിയിൽ സുരേഷ് കൃഷ്ണയൊക്കെ ഉണ്ട്. DQൻ്റെ ഐ ആം ഗെയിം RDXന് ശേഷം നാസിദാത്ത് ഡയറക്റ്റ് ചെയ്ത് വരാൻ പോകുന്ന പടം. 2023 ഓണത്തിന് RDX ഇറക്കി. ഇതേ DQൻ്റെ കൊത്തയ്ക്ക് ക്ലാഷ് തൂക്കി അടിച്ച പടമാണ്. എന്നിട്ട് അതേ DQനെ വെച്ച് 3 കൊല്ലത്തിന് ശേഷം മറ്റൊരു ഓണത്തിന് അടുത്ത പടം. ഓണമാണ് നെഹാസിൻ്റെ പ്ലസ് പോയിന്റ്. കൂടാതെ പെപ്പെ മിസ്കിൻ, കയാദു തുടങ്ങിയവരൊക്കെ ഉണ്ട്. നമ്മുടെ രാജുവേട്ടൻ്റെ ഖലീഫ, ടർബോഗേഷൻ വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന പടം. ജിനുവി അബ്രഹാമാണ് പ്രൊഡക്ഷൻ. വലിയ പടമാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒരു 1.5 ക്യാമിയോ പറയണോ, തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് കത്തും. ഇതിൽ വലുപ്പം വെച്ച് നോക്കിയാൽ യങ് ഗെയിമേഴ്സ് ഖലീഫാണ് ക്ലാഷ്. പക്ഷേ ബദ്ലഹേം കുടുംബയുടെ ഒരു സൈലൻറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പ്രേമലുവിന് ശേഷം വരുന്ന ഗിരീശ്ശേരി പടമാണ്. പിന്നെ നമ്മുടെ നിവിൻ പോളിയുടെ സേഫ് സോണാണ്, അത് റൊമാൻറ്റിക് കോമഡി. വിഷ്ണു വിജയ് മ്യൂസിക്, പിന്നെ മമിത കോംബോ വർക്കാവുന്നതൊക്കെ നമുക്ക് ഡൗട്ടാണ്. ചിലപ്പോൾ ഒരു പ്രായമേറിയ പ്രായം തമ്മിൽ വ്യത്യാസമുള്ള ഒരു പ്രണയം എന്തെങ്കിലുമൊക്കെ ആവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഓഗസ്റ്റ് 21 സിനിമയുടെ റിലീസ്. ഇവരെ കൂടാതെ സംഗീത്, വിനയ് ഫോർട്ട്, ശ്യാം മോഹൻ, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, സിൻഡ തുടങ്ങിയവരൊക്കെ പടത്തിലുണ്ട്. പ്രായവ്യത്യാസമുള്ള ഒരു പ്രണയം ആയിരിക്കും, ഒരു പ്രണയകഥ തന്നെയായിരിക്കും. ഏകദേശം 20 കോടിക്ക് അടുത്ത ബഡ്ജറ്റിലാണ് പടം ഒരുങ്ങുന്നത്. അടുത്ത ഐ ആം ഗെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക ആക്ഷൻ ത്രില്ലർ ഫാൻറ്റസി പരിപാടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ RDXൻ്റെ നാസിദാത്താണ് ഡയറക്ഷൻ. ജൂലൈ 28 ചിത്രത്തിൻ്റെ ആദ്യ അപ്ഡേറ്റ്, അതായത് DQൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഫസ്റ്റ് ബെറ്റ് എന്ന പേരിലൊരു ഗ്ലിംസ് വീഡിയോ ടീസറായിരിക്കും പുറത്തു വരുന്നുണ്ട്. DQനെ കൂടാതെ മിസ്കിൻ, പെപ്പെ, കയാദു തുടങ്ങിയവരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ക്യാമിയോസിൻ്റെ ട്രെൻഡാണല്ലോ, വല്ല ക്യാമിയോ ഉണ്ടാകുമ്പോൾ ഒന്നും പറയാൻ പറ്റൂല. എന്നാലും നമുക്ക് നോക്കാം. JCB ആണ് മ്യൂസിക്. ഒരു ചൂതാട്ടക്കാരൻ്റെ കഥയാണ്. നമുക്കൊരു അനൗൺസ്മെൻറ്റിൻ്റെ സമയത്തും ചീട്ടെന്നൊക്കെ പിടിച്ചിരിക്കുന്നത് ഒരു ചൂതാട്ടം, അത് തന്നെയായിരിക്കും, ചീട്ട് കളിയാണ്. അങ്ങനത്തെ ഒരു പരിപാടി തന്നെയായിരിക്കും. വേറെ ഫിലിംസ് തന്നെയാണ്, അതായത് ഫിലിംസിൻ്റെ ബാനറിൽ DQ തന്നെയാണ് പടത്തിൻ്റെ നിർമ്മാണം. ചമൻ ചാക്കോയാണ് എഡിറ്റിങ്. ജിംഷി ഖാലിദാണ് ഛായാഗ്രഹണം. 50 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ വരുന്ന പടമാണ്. ഓഗസ്റ്റ് 20 പാന്തർ റിലീസായിട്ട് പടം എത്തും. അടുത്തത് ഖലീഫ, ടർബോഗേഷൻ വൈശാഖ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന പടം. ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ പടം. പൃഥ്വിരാജ് സുകുമാരനാസ് ഖലീഫ. പോക്കിരാജിക്ക് ശേഷം 2 പേരും വന്നിരുന്നു. സ്ക്രിപ്റ്റ് ജിനുവി അബ്രഹാമാണ്, ആൾ തന്നെയാണ് നിർമ്മാണം. JCB മ്യൂസിക്കിൽ വരുന്ന വമ്പൻ പരിപാടിയാണ്. രാജുവേട്ടനെ കൂടാതെ നിതിൻ, മുകേഷ്, ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പടത്തിൻ്റെ ഫസ്റ്റ് സീഡ് വന്നിട്ട് നസ്സലായവളെ, അതിൽ നായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ ഒരു 1.5 ക്യാമിയോ ഉണ്ട്, പറയണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം വന്ന ഗ്ലിംസിൽ തന്നെ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പ്രതികാരവും പാരമ്പര്യം നടന്ന ചെറിയ കുറ്റകൃത്യങ്ങളും സംഗതികളും കച്ചവടങ്ങളും നിറഞ്ഞൊരു ഹൈ വോൾട്ടേജ് ആക്ഷൻ പടം. ഇത് മാസ്മരികമായ ഫൈറ്റിങ്ങാണ് പടത്തിലുള്ളത് കേട്ടോ. കിടിലൻ പരിപാടിയായിരിക്കും. ഇതിലൊരു ക്യാമിയോ ഇട്ട് 2ാം ഭാഗം ലാലേട്ടൻ ലീഡിലാണ് വരാൻ പോകുന്നത്. അതിന് പുറമെ പടത്തിൽ ഒരു കിടിലൻ ഐറ്റം ഡാൻസ് കൂടി ഉണ്ട്. തെന്നിന്ത്യൻ നടി കാജൽ അഗർവാളായിരിക്കും ഡാൻസ് ചെയ്യുക എന്ന് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കാജൽ അഗർവാളും പൃഥ്വിരാജും കൂടി ഒരു കിടിലൻ കഴിഞ്ഞാട്ടം തന്നെ കാണാം. പിന്നെ ഇപ്പോൾ അതും കൂടാണ്ട് അങ്ങ് ബോളിവുഡിൽ നിന്നൊരു മറ്റൊരു ക്യാമിയോടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പീക്കായിരിക്കും മക്കളെ, സംഗതി പീക്കായിരിക്കും. കാര്യമില്ല, സഞ്ജയ് ദത്തിൻ്റെ പേര് അവിടെ ഇവിടെ കേട്ട് ചെറുതായിട്ട് മണക്കുന്നുണ്ട്. ഖലീഫയിൽ സഞ്ജയ് ദത്ത് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള റൂമുകൾ ശക്തമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും മുതലായിരിക്കും. തമാശയിലെ കിടിലും പരിപാടി ആയിരിക്കും. ചിലപ്പോൾ ലാലേട്ടൻ കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് 2ാം ഭാഗത്തിൽ മെയിൻ വില്ലൻ ആ ഒരു ലെവലിൽ കൊണ്ടുവരാനുള്ള സാധ്യതയായിരിക്കും. എന്നാലും സഞ്ജയത്തോടെ വന്നു കഴിഞ്ഞാൽ മക്കളെ പൊളിക്കും കേട്ടാ. ഉണ്ടാവുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓൾറെഡി പടത്തിന് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വന്നു കഴിഞ്ഞു. കുഴപ്പമില്ല, ഒരു ലൂപ്പ് മോഡിലേക്ക് ആ ഒരു പാട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 20 തന്നെ പാൻ റിലീസായിട്ട് ഐ ആം ഗെയിം ഇറങ്ങുന്ന സെയിം ഡേ തന്നെയാണ് പടം ഇറക്കി വിടുന്നത്. 100 കോടിക്ക് അടുത്ത ബഡ്ജറ്റുള്ള ഒരു പടമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു ഓണത്തിന് വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു പടമാണ്. അപ്പോൾ നിങ്ങൾ പറ, ഇതിലേത് സിനിമയാണ് ഈ ഒരു ഓണം തൂക്കാൻ പോകുന്നത്? ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് സൈൽഡായി വേറെ ഏതെങ്കിലും പടം തൂക്കിയിട്ട് പോകാൻ സാധ്യത ഉണ്ടോ? ഞാൻ മേജറായിട്ട് നിൽക്കുന്ന ഒരു ഹൈപ്പ് കൊടുത്ത് നിൽക്കുന്ന സിനിമകളുടെ രീതിയിലാണ് ഞാൻ ഈ 3 പറഞ്ഞത്. ഇനി ചർച്ച ഐ ആം ഗെയിമിൽ ആക്ഷൻ സീനൊക്കെ വർക്കായാലുണ്ടല്ലോ, യൂത്ത് കയറി അങ്ങ് കാണാട്ടോ. പിന്നെ DQൻ്റെ ഒരു ഫാൻ ബേസ് അറിയാലോ, നല്ല കളക്ഷനും കയറും. അതുപോലെ തന്നെയാണ് ഖലീഫയുടെ കാര്യം. കുറച്ചുകൂടി ഹൈപ്പ് ഖലീഫയ്ക്കാണ്. അതൊരു പണിയാവാട്ടിരുന്ന അത് കൊമേഴ്ഷ്യൽ ലെവൽ ആക്ഷൻ പടമായതുകൊണ്ട് തന്നെ പലരുടെയും ഒരു എക്സ്പെക്റ്റേഷൻ ഹൈപ്പ് ലെവൽ പോകുന്നത് ഖലീഫ എന്ന സിനിമയിലേക്കാണ്. ലാലേട്ടൻ്റെ ക്യാമിയോ ഉണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി പടം ഞങ്ങൾ വലുതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി ഓഡിയൻസിനെ വാരിയെടുക്കാനുള്ള കഴിവ് നിവിൻ പോളിക്കുണ്ട്. അതിനപ്പുറത്ത് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നല്ല കളക്ഷൻ കയറും, ഒന്നും പറയാൻ പറ്റില്ല. ഈ ഓണം മലയാള സിനിമയ്ക്ക് ചരിത്രപരമായ വിജയമായിരിക്കും സമ്മാനിക്കുക. ഈ 3 സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏതിനെയും?
കമൻ്റ് ആയിട്ടോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.